സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ ഇരുത്തണം എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. അതിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, പോർട്ട് മന്ത്രി, അതുപോലെ ഫിഷറീസ് മന്ത്രി, ആ ജില്ലയിലുള്ള മന്ത്രിമാർ ഇവരൊക്കെ ഇരിക്കണം. ബാക്കിയുള്ളവർ സദസ്സിലിരിക്കണം. നേരത്തെ തന്നെ നിശ്ചയിച്ചാണ്. അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. അതുമായി ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണ്? ചികിത്സ അല്ലെ, അങ്ങനെ എന്തല്ലോ പറഞ്ഞു, ചികിത്സ നടത്താൻ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയന് കേരളത്തിലെ സ്വത്ത് മുഴുവൻ തീർച്ചു കൊടുത്തിരിക്കുകയാണോ? വിഴിഞ്ഞം പദ്ധതി മുഴുവൻ പിണറായി വിജയന്റെ കുടുംബത്തിന്റെയാണോ? പിണറായി വിജയന്റെ കുടുംബത്തിൻ്റെതാണെങ്കിൽ എനിക്കിഷ്ടമുള്ള എൻ്റെ മകളെയും എൻ്റെ പണിക്കാരനെയും എൻ്റെ കൊച്ചുമകനെയും ഒക്കെ എനിക്ക് കൂടെ കൊണ്ടുപോകാം. ഇത് ജനങ്ങളുടേതാണ് പദ്ധതി. ഈ ജനങ്ങളുടെ പദ്ധതി നടക്കുന്ന ഒരു പ്രദേശത്ത് എനിക്ക് എൻ്റെ മകളെയും എൻ്റെ കൊച്ചുമകനെയും ഭാര്യയെയും കൊണ്ടുപോയതും ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുപ്പിച്ചതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ആരാ ഇദ്ദേഹത്തിൻ്റെ മകള്? ഒരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് സാമ്പത്തിക തിരിമറിയുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഒരാൾ, കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാൾ അതീവ സുരക്ഷാ മേഖല എന്ന് കരുതപ്പെടുന്ന ഒരു പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും ആ പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടു. വളരെ, ഞാനോ നിങ്ങളോ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് കയറ്റില്ല. ആ ഔദ്യോഗിക യോഗത്തിലാണ് ഇവരെല്ലാവരും പങ്കെടുക്കുന്നത്. അതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോ ഒക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം പങ്കെടുത്തതിനെക്കുറിച്ചുമുള്ള വിശദീകരണം BJP തരാം. ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ.